പതിവായി അവളെ കാണാൻ പോകാറുണ്ട്. ലിറിക്സ് തെറ്റി. പതിവെട്ടുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പാടത്തിനിടയ്ക്ക് എന്റെ കോൺസെൻട്രേഷൻ കളയുന്നത്. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്. കാരിയോൺ. എനിക്ക് തെറ്റി. അടുത്ത ആൾ പാടി തരും. ഒന്ന് പഠിക്കും. പാട. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്, പതിവൊട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ട്, പല നാളായുള്ളിലൊതുക്കിയ നോവാണെന്നേ, പറയാതിനി വയ്യ നെഞ്ചിൽ തീയാണെന്നേ. ആ തീയുമായിട്ടാണ് ഇന്ന് ഓൺ ദ സ്പോട്ടിൽ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം മേരി. മേരി. ഹായ് മേരി. വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. മേരിയെ, എന്നാ ഉണ്ട് വിശേഷങ്ങള്? കോട്ടയംകാരി അല്ലേ? കോട്ടയംകാരി അല്ല, ഇരിഞ്ഞാലക്കുടക്കാരി. എന്തെങ്കിലും ആട്ടെ, എവിടെയെങ്കിലും ആട്ടെ, ഒരു കാര്യമില്ല. അപ്പൊ എന്താണ് വിശേഷങ്ങൾ? എന്ത് വിശേഷം? അടിപൊളിയായിട്ട് ഇങ്ങനെ പോണു. ഇപ്പൊ എവിടെ ഇരിക്കണോ, ആ ഒരു കഷ്ടകാലം മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. അറിയോ, മേരി അങ്ങോട്ട് മടുത്ത്. കാരണം എന്താ അറിയോ, ഉള്ള ആമ്പിളൊക്കെ പുറകെ നടക്കാണ്. അല്ലേ മേരി? ചേട്ടനുണ്ടായിരുന്നല്ലോ പുറകെ, ഞാൻ കണ്ടില്ല. നിവിൻ നിന്നതിന്റെ തൊട്ട് ബാക്കിൽ ഞാൻ ഉണ്ടായിരുന്നു. കണ്ടില്ല? ശ്രദ്ധിച്ചില്ല? കാരണം എന്നോട് ആദ്യം പറഞ്ഞു, തേനീച്ചക്കൂട് ഒരു ബുദ്ധിയില്ലായ്മയൊക്കെയുള്ള കൊച്ചിനെ നോക്കണമെന്ന് വീട്ടുകാർ പറഞ്ഞത്. അപ്പൊ കറക്റ്റ് മേരിയെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ കണ്ണാടിയും കൂടെ വെച്ച് ഒന്ന് പ്ലീസ്. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ ഈ കണ്ണാടിക്കാൻ ഒരു കുഴപ്പം. അങ്ങോട്ട് നോക്കി. എന്താ രസം. ബുദ്ധിയില്ലായ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ മതി. അല്ല മേരി? എന്തായാലും കൊള്ളാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും ലുക്ക് കൊള്ളാം. കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞല്ലോ, കുറേ കഴിഞ്ഞു. അപ്പം നമുക്ക് ഇതൊരു ഇൻ്റർവ്യൂ വേണ്ട. മേരി എന്തെങ്കിലുമൊക്കെ പറയുന്നു, ഞാനും എന്തെങ്കിലുമൊക്കെ പറയുന്നു, അങ്ങനെ നമുക്ക് മുമ്പോട്ടുണ്ടാവും. അതല്ലേ നല്ലത്. ആദ്യം നമുക്ക് എന്താ പറയുക, മേരിയുടെ എന്നാണ് ഒരു സിനിമയിലേക്കുള്ള വരവ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ സിനിമയിലേക്ക് വരണം എന്ന ആഗ്രഹം തുടങ്ങിയത്? അവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം. പറഞ്ഞു തുടങ്ങാം. ഡേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ. ഡേറ്റ് വേണ്ട, ഏകദേശം ഒരു ഇയർ മന്ത് പറഞ്ഞാൽ മതി. ഇയർ എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തീരെ ഓർമ്മയില്ല. പിന്നെ എന്താ ആക്ച്വലി ഓർമ്മയുള്ളത്? ഏതൊരു ദിവസം നാരങ്ങ കുടിക്കാൻ പിന്നെ എനിക്കറിഞ്ഞൂടെ എപ്പോഴോ ഒന്നതാണ്. അതൊക്കെ അങ്ങനെ വന്നു, പിന്നെ ഞാൻ അങ്ങനെ ആയി. ആക്ച്വലി ഞാൻ എന്താ പറയാ, മേരിന്റെ മമ്മീനെയാണ് ആദ്യം പരിചയപ്പെട്ടത്. മേരിന്റെ മമ്മി മേരിയെ പോലെയല്ല, ഭയങ്കര ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് സംസാരിക്കും. അത് മേരിയെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് മേരിന്റെ മമ്മീനെയാണ്. ഇവിടുത്തെ പരിപ്പടമാണെന്നാണ്. 90 രൂപയ്ക്ക് എനിക്ക് പരിപ്പട മേടിച്ചു തരാം. ഈ ഒരു ആംബിയൻസ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇന്ന് നമ്മൾ ഇരിക്കുന്നത് ക്രൗൺ പ്ലാസയിലാണ്. ക്രൗൺ പ്ലാസയിലുള്ള എന്താ പറയാ, ഇതിനെന്താ ഒരു പേര് പറയാ? എന്താണ് പേര് പറയാ മേരി? എന്താണ് മേരി മുമ്പോട്ട് നോക്കുമ്പോ എന്താ കാണുന്നത്? ക്യാമറ. എന്തായാലും നമ്മള് അങ്ങോട്ട് നോട്ടം വേണ്ട, നമ്മൾ പറയും. അപ്പൊ എന്തായാലും ക്രൗൺ പ്ലാസന്റെ ഒരു അന്തരീക്ഷത്തിൽ, ഒരു അടിപൊളി ആംബിയൻസിലാണ് ഇന്ന് പ്രേമവുമായിട്ട് മേരിയുമായി ഞാൻ പാവം സബാൻ ഇരിക്കുന്നത്. ഇന്ന് ഞങ്ങള് പ്രേമിച്ച് മരിക്കും. ഞാനല്ല പേടിക്കണ്ട, ഞാനല്ല. അത്രയ്ക്ക് ഗതി കെട്ടിട്ടില്ല ഞാൻ, അതും മനസ്സിലാക്കണം മേരി. ഓക്കെ. അൽഫോൺസ് പുത്രൻ നേരം സെക്കൻഡ് മൂവി പ്രേമം. ഇന്ന് മലയാളികൾ മൊത്തം പ്രേമത്തെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്, അല്ലേ? ആണ്, 100% അതെ. പിന്നെ മേരിയെ കുറിച്ച് ഓട്ടോമാറ്റിക്കലി മേരീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മലയാളികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് മേരീനെ, അല്ലേ? സത്യമല്ലേ? തോന്നിയോ? ആൾക്കാരുടെ ഇടപെടലൊക്കെ എങ്ങനെയാണ് ഇപ്പം? പക്ഷെ അത് ഏതാണെന്ന് എനിക്കറിയില്ല. ആ ഒരു ഇതാണ് ഞാൻ. മേരിന്റെ ശരിക്കുള്ള പേര് ഉണ്ട് നിങ്ങൾക്ക്? ഞാൻ ചുമ്മാ ഇങ്ങനെ വിളിച്ചാണ് ചാളമേരി. അതൊന്നും നല്ല പേര്. ഒറിജിനൽ പേരെന്ന് പറഞ്ഞു മേരി? അനുപമ പരമേശ്വരൻ എന്ന ചുരുണ്ട മുടിക്കാരി. തേനീച്ചക്കൂട് പോലത്തെ മുടിയുള്ള ചുരുണ്ട മുടിക്കാരി. അല്ല തന്നെ മുടി അതൊരു രസം തന്നെയാണ്. മേരി അയച്ചിട്ട് ഞാൻ പറയില്ല, പേടിക്കണ്ട, ഞാൻ പറയില്ല. എന്നാലും മേരിന്റെ ആ പാട്ടിലുള്ള സോങ്ങിലുള്ള മുടി കഴിച്ചിട്ടുള്ള വരവും. എനിവേ, എന്തായാലും ആദ്യത്തെ ഒരു മൂവി ചെയ്ത ഒരു ഫീലൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള. ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മൂവി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര അഭിനയം, ഭയങ്കര അഭിനയൊന്നുമല്ല, ചെറിയ നായികയായിട്ട് അല്ലേ? ചെറിയ നായികയായിട്ട്. ഓക്കെ. വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടീവ് ആണ് മേരിക്ക്. ഇങ്ങനെ ആരാണ് ഏറ്റവും കൂടുതൽ? എനിക്ക് മമ്മിയാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മ സപ്പോർട്ടീവ് ആണ്, അച്ഛനും അതെ, ഈക്വലി സപ്പോർട്ടീവ് ആണ്. അച്ഛൻ കുറച്ചും കൂടി ആങ്ഷ്യസ് ആണ്, ക്യൂരിയോസിറ്റി കൂടിയ ആളാണ്. മമ്മി പിന്നെ എന്തെങ്കിലും പുറത്ത് അങ്ങോട്ട് പകർത്തി വെച്ചൊക്കെയാണ്. അമ്മയുടെ ഒരു കഷ്ടകാലം എന്താ ചെയ്യാ. ഓക്കെ. അൽഫോൺസ് പുത്രനിലേക്ക്, ഈ നേരത്തിലേക്ക് എത്തപ്പെട്ട ഒരു പ്രേമം അല്ല, സോറി കേട്ടോ, നേരമല്ല പ്രേമം. അൽഫോൺസ് പുത്രനെ ഞാൻ എന്താ അറിയോ, നമ്മളെ നേരത്തിലുള്ള ഒരു ചിന്തയുണ്ടല്ലോ, ഫസ്റ്റ് കണ്ടത് അതാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു തരാം. എനിവേ, നമുക്ക് പ്രേമത്തിലേക്ക് എത്തിയ ഒരു വഴി ഒന്ന് പറഞ്ഞേ.
വഴി കടവന്ത്ര വഴിയാ. അതെനിക്കറിയാം. കടവന്ത്ര വഴിയില്ലേ? കടവന്ത്ര വഴി അങ്ങോട്ട് പോയി. ഞാൻ 3 Dot സ്റ്റുഡിയോയിലെത്തി കടവന്ത്ര. അങ്ങനെയാണ്. അല്ല, അൽഫോൻസ് പുത്രൻ ആലുവയിലല്ലേ? പിന്നെ താങ്കൾ എങ്ങനെ അവിടുന്ന് എങ്ങനെ ആ ഒരു റൂട്ട്? നൈസ് മൂവ്. അതായത് എന്റെ ഫ്രണ്ട് ഒരാൾ വഴി ഫേസ്ബുക്ക് ക്യാഷ് കോൾ ഉണ്ട്, ഒരാളെ കുട്ടിയെ വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അയ്യോ ഞാനങ്ങനെ സത്യമായിട്ടും ഞാനപ്പോ അവളോട് പറയുകയും ചെയ്തു അലവലാതി. ഞാൻ പറഞ്ഞതല്ല, സ്വന്തമായിട്ട് പറഞ്ഞതാണ് അലവലാതി കുട്ടി. ഓക്കെ, അപ്പൊ അവളോട് പറഞ്ഞു അലവലാതി കുട്ടികളെ ഒന്നും അവരെടുക്കില്ല. അല്ല, ഞാൻ അലവലാതി അല്ലല്ലോ മോളെ, അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ, നല്ല സുന്ദരി കുട്ടികള്, അത് മേക്കപ്പ് ഇല്ലാത്ത നല്ല അടിപൊളി സെൽഫികൾ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ കുട്ടി സുന്ദരി കുട്ടീനെ എടുത്തു പറഞ്ഞായിരുന്നോ? അത് എടുത്തു പറഞ്ഞോന്ന് ചോദിച്ചാ അവരോട് ചോദിക്കില്ലെങ്കിൽ എടുത്തു പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ ഇതൊക്കെ പറഞ്ഞ സെൽഫികൾ കുറെ എടുത്ത് അയച്ചു കൊടുത്തു. ഇനിയില്ല, ഞാൻ ഇവിടുന്ന് പോവാല്ലേ? അങ്ങനെ സെൽഫി അയച്ചു കൊടുത്തു. ആ സെൽഫികൾ കണ്ടവര് ബോധം കിട്ടി വീണ് കാണും. അങ്ങനെയാണ് എന്നെ വിളിച്ചു ഓഡിഷൻ വരാൻ പറഞ്ഞു. എന്ത് ചെയ്യിച്ചില്ലാന്ന് ചോദിച്ചാൽ മതി. സോറി, പൂത്തിരി പാറിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല, മനസ്സിലായല്ലോ? പൂത്തിരി വേണ്ട ഇവിടെ. ഞാനിനി സൈലന്റ് ആവും. ഓഡിഷന് വന്നിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര പാവം കുട്ടിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഡാൻസ് കളിക്കാൻ പറഞ്ഞു, പാട്ട് പാടാൻ പറഞ്ഞു. പിന്നെ അവരിങ്ങനെ റാഗിങ് ആയിരുന്നു ഫുള്ള്. അവരിങ്ങനെ ഓരോന്ന് പറയും, കരയിപ്പിക്കാൻ ശ്രമിക്കും. ഫസ്റ്റ് നിവിൻ ചേട്ടൻ ഉണ്ടായില്ല. സെക്കൻഡ് ടൈം ഓഡിഷൻ വന്നപ്പോഴാണ് നിവിൻ ചേട്ടന്റെ എൻട്രി. ഫസ്റ്റ് ടൈം ഇവരെന്നെ ട്രീറ്റ് ചെയ്ത് എന്താ പറയാ പരമാവധി ദ്രോഹിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നിവിൻ ചേട്ടൻ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിവിൻ ചേട്ടന്റെ ദ്രോഹം വലിയ ദ്രോഹമായിട്ട് തോന്നിയില്ല. എനിക്കറിയില്ലായിരുന്നു. അതായത് എന്റെ ഓഡിഷൻ വന്നത് ഐ തിങ്ക് ഒക്ടോബറിലായിരിക്കാം. സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ തൊട്ട് എന്റെ ഓഡിഷൻ നടക്കണുണ്ട്. അപ്പൊ ആ സമയം തൊട്ട് അങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോ കുറെ സെക്ഷൻ കഴിഞ്ഞ് അവസാനം ആ പോർഷൻ ഷൂട്ട് ആയ സമയത്താണ് എന്നെ ഓഡിഷൻ വെക്കുന്നതൊക്കെ. അപ്പൊ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നേ ആൾക്കാർ വന്നിരുന്നു. അപ്പൊ ആ ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ. ആ ചേച്ചി വിട്ടു. എന്നെ ഇങ്ങനെ ക്രൂശിച്ച് ഈ പരിപാടി എടുത്തു. എന്തായാലും എന്താ പറയാ, അൽഫോൻസ് പുത്രന് ഒരു ഹാറ്റ്സ് ഓഫ്. കാരണം ഇതുപോലെ വാചകം ഇതുപോലെ പറയുന്നൊരു ഒരു ആളെ എൻ്റെ മുമ്പിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. സത്യമായിട്ട് ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയാ, കുറച്ചും കൂടി കൂട്ടി പറയണോ മേരി? പറയാൻ വേണല്ലേ? ബുദ്ധിയില്ലായ്മ വേണേ പറയാം. അല്ല, ഇവിടെ നിന്നാണ് ഒരു കുറച്ചു നേരം ഒരുമിച്ച് ട്രാവൽ ചെയ്ത് പഠിച്ച ആ ഒരു അറിവുകളാണ് ഇതൊക്കെ. അതെ, റിമിറ്റോമിക്ക് പഠിക്കണ്ട ഏട്ടാ. ചേച്ചിക്ക് അപമാനം ഉണ്ടാക്കി വെക്കരുത്, വേറെ പറയാനില്ല. എന്നിട്ട് നമ്മള് പ്രേമത്തിലെത്തി. പ്രേമത്തിന്റെ ആദ്യ ഷോട്ട് ഓർമ്മയുണ്ടോ? ആദ്യം ക്യാമറ ഫേസിൽ വെച്ച് ചെയ്ത ഒരു ഷോട്ട്. ഫേസിൽ വെക്കാൻ പറ്റിയിട്ടില്ല ക്യാമറ, സോറി. ഇല്ല, ഞാൻ അതിൽ ആ സീൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നെല്ലുവാരി ഇങ്ങനെ പോകുന്നൊരു സീനുണ്ട്. അതാണ് ആദ്യത്തെ സീൻ. നിവിൻ ചേട്ടൻ ഇങ്ങനെ കത്തെഴുതുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യമത്തെ സീൻ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, നിർവികാരം നടന്നു പോവാ. വികാരം വന്ന് ചെയ്ത ഏതാണ്? ഒരു ഇപ്പം നിർവികാരമായിട്ട് സീൻ ഏതാണ്? ഓഡിഷനാണ് വികാരങ്ങളുടെ അല്ലേ? നന്നായി. ഇനി ഇവിടെ തരണ്ട, എനിക്ക് പെറുക്കാൻ മേലാത്തോണ്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞു. നിവിന്റെ കൂടെയുള്ള ഒരു ആക്ടിങ് എങ്ങനെയായിരുന്നു? നിവിൻ എന്ന് വെച്ചാൽ ഭയങ്കര നിവിന്റെ ഫാനാണോ? ആണോ? ഇപ്പം പ്രേമത്തിൽ അഭിനയിച്ചോണ്ട് പറയുന്നത്? അല്ലല്ല, ബിഫോർ ദാറ്റ്. ഇതിനു മുമ്പ് പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പ് എന്താണ് ലാലേട്ടന്റെ ഫാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്? ലാലേട്ടന്റെ ഫാനാണ്. എന്ന് വെച്ചാൽ ഇവന്റെ ഫാനാവാൻ പാടില്ലെന്നുണ്ടോ? ഓഹോ, ഏതെങ്കിലും ഒരാളുടെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. മനസ്സിലായോ? രണ്ടുപേരല്ല, എനിക്ക് ബജാജ് ഫാൻ ഇഷ്ടം. അതാണ് കുറച്ചും കൂടി സ്പീഡ് കൂടുതൽ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എന്റെ കയ്യിൽ നിന്ന് കുരുവിട്ട് പോയി. നിവിന്റെ ഫാൻ അവിടെ തുടങ്ങാം. അല്ല, എനിക്ക് നിവിൻ ചേട്ടൻ തട്ടത്തിന് പറയത്തോട്ട് നിവിൻ ചേട്ടന്റെ ഒരു ഇതാണ്. പിന്നെ ഗിരിയിലേക്ക് അതെത്തി. നിവിൻ ചേട്ടൻ പറയുമ്പോൾ എനിക്ക് ആദ്യം ഗിരി ഓർമ്മ വരുന്നത്, ഓം ശാന്തി വശൻ. അപ്പൊ നിവിൻ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ
അങ്ങനെ അങ്ങനെ ഇഷ്ടം കൂടി കൂടി സിനിമയിൽ വന്നു. ഇഷ്ടം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കളിച്ച് ഇപ്പൊ ഇങ്ങനെയായി. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ? ഭയങ്കര രസമായിരിക്കും, കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? മലറിനെ കണ്ടിരുന്നു? മലറിനെ ഞാനും മലർ ചേച്ചിയുമായിട്ട്, അതായത് സായ ചേച്ചിയുമായിട്ട് അതായത് ഞങ്ങൾ മെസ്സേജ് ചെയ്ത് വിളിച്ച് അങ്ങനെ പരിചയം ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ സീൻ ഇല്ല ഞങ്ങൾ തമ്മിൽ. ആൻഡ് കണ്ടത് ഞങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നെങ്കിലും കണ്ടത് റിലീസിന്റെ അന്നാണ്. ഒരുമിച്ച് കണ്ടു, ഒരുമിച്ച് പടം കണ്ടു. അല്ല അത് പറഞ്ഞു പോകട്ടെ, ഈ റിലീസിന്റെ അന്ന് പടം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു? നിവിൻ ചേട്ടൻ ഉണ്ടായിരുന്നു, സായി ചേച്ചി ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, പിന്നെ ഡയറക്ടർ അൽഫോൺസ് ചേട്ടൻ ഉണ്ടായില്ല, മാഡോണ ചേച്ചി ഒന്നും ഉണ്ടായിരുന്നില്ല, അൻവറിക്ക ഉണ്ടായിരുന്നു. എല്ലാരും കണ്ടിറങ്ങിയ ശേഷം മേരിയോട് എന്താ പറയുക? മേരി നമ്മുടെ ടീമിലുള്ള ആൾക്കാർ മിന്നിച്ചില്ലേ, പൊളിച്ചില്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന ആൾ ഇന്ന ചെയ്തില്ലേ എന്നുള്ളതല്ലോ. ഫിലിം നന്നാവും. കണ്ടപ്പം എന്ത് തോന്നി? എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹം തോന്നി? ഒരുപാട് തോന്നി. ഏത് സീനിലാണ് മാറ്റം? അങ്ങനെയല്ല, ഓരോ ആക്ഷൻസ് ചെയ്യുമ്പോഴും നമുക്കത് അങ്ങനെ ചെയ്യായിരുന്നല്ലോ, ഓൾട്ടർനേറ്റീവ് ആയി ചെയ്തിരുന്ന ഇത് നന്നാവും. അങ്ങനെ പല സീനുകളും മിക്ക സീനുകളും തോന്നിയിരുന്നു. നമ്മൾ അഭിനയിക്കുമ്പോൾ അങ്ങനെയാണല്ലോ.